ആപ്കി അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്നിഷ്ടപ്രകാരം നടക്കുന്നു. ഭഗവന്ത് മാൻ, ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കണം, നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം MA BEd ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പക്ഷേ മകന് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതെന്താ? അത് പിന്നെ ടീച്ചറിന്റെ കുട്ടിയാകുമ്പോ എന്തായാലും പഠിച്ചെന്നെ ആകണം, വേറെ വഴിയില്ലല്ലോ. കാരണം അതേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് കുറുമ്പുകൾ കാണിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും നോട്ട ഹെഡ് മാസ്റ്ററിന്റെ ചെറുക്കനെയാണ്. അതുകൊണ്ട് എന്റെ കുറുമ്പുകളൊന്നും ഞാൻ അധികം പുറത്തെടുക്കാറില്ല. എന്റെ അച്ഛൻ സയൻസ് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ക്ലാസ് ഒന്നും ബങ്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കാരണം സ്വന്തം അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിട്ട് സ്കൂളിൽ നിൽക്കല്ലേ. പിന്നെ സ്കൂളിൽ പോകണമെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങിയാലും അച്ഛനല്ലേ ഹെഡ് മാസ്റ്റർ, അതോട് പെട്ടാലേ അച്ഛൻ്റെ കയ്യിൽ തന്നെ പെടുന്നത്. പിന്നെ പഠിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അച്ഛൻ എനിക്കൊരു നല്ല മാത്സ് ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ മാത്സിൽ സ്ട്രോങ്. പിന്നെ പ്രശ്നം എവിടെയാന്ന് വെച്ചാ, ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ എന്തിനാ എനിക്ക് പഠിപ്പിച്ചിരുന്നേ, ഇതുകൊണ്ട് ജീവിതത്തിൽ എന്താണ് ഉപയോഗം, ഇവിടെ ഒരുപാട് പേരുണ്ട്, ശരിക്കും ഒരുപാട് പേരുണ്ട്, ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എപ്പോഴെങ്കിലും A² + B² + 2AB എന്ന് പറഞ്ഞ് ഈ ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾക്ക് അരി വാങ്ങാൻ പറ്റിയോ? അവന് സയൻസ് പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ അവനെ പഠിപ്പിക്കുക, വെറുതെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? ഇത് എങ്ങനെയുണ്ടെന്ന് അറിയോ? പോസ്റ്റ്മാന്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഈ പോസ്റ്റൊക്കെ ഇടില്ലേ, എല്ലാം നല്ല ഇന്റർവ്യൂ സെറ്റപ്പ് ആയിരുന്നു. ഇന്റർവ്യൂവിൽ ചോദിക്കുക, അതായത് ഒരാളുടെ അടുത്ത് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ എത്ര ദൂരെയാണ് ഉള്ളത്. അവൻ പറഞ്ഞു, എൻ്റെ റൂട്ട് അതാണെങ്കിൽ എന്നെ വിട്ടേക്ക്, എനിക്ക് ജോലി വേണ്ടെന്ന്. എനിക്ക് വേണ്ടേ വേണ്ട. ഞാൻ എൻ്റെ അച്ഛനോട് എപ്പോഴും ഈ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എനിക്ക് ഇത്രമാത്രം ഇന്ന് പഠിപ്പിക്കല്ലേ, ഇതിൻ്റെയൊക്കെ എല്ലാ ഉപകാരം ലൈഫിലുണ്ടാവുമോ? ഞാനൊരു ചെറിയ കാര്യം പറയാം. ഒരു പഞ്ചാബി ടീച്ചർ വന്നിരുന്നു, എല്ലാവർക്കും ഹൗസ് ടെസ്റ്റ് വെച്ചു. ഫീസ് കൺസെഷന് പിന്നെ ലെറ്ററും തരാൻ പറഞ്ഞു. ഫീസ് കൺസെഷനൊക്കെ ജനറലി എപ്പോഴും കിട്ടാറുള്ളതല്ലേ. അങ്ങനത്തെ സ്കൂളിലല്ലേ നമ്മൾ പഠിക്കാറ്. ടു ദ പ്രിൻസിപ്പൽ കമ റെസ്പെക്റ്റഡ് സാർ കമ, ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ പേര് ഭഗവന്ത് സിംഗ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ് റാങ്ക്. 7ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് ഞാൻ റാങ്ക് എടുക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ വാക്ക് തരുന്നു. എൻ്റെ അച്ഛൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ശമ്പളമൊക്കെ വളരെ കുറവാണ്. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം 5 പേരുണ്ട്. ലൈഫിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഫീസ് എനിക്ക് കെട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫീസ് വാങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുണ്യം കിട്ടും ജീവിതത്തിൽ. എൻ്റെ പേര് റോൾ നമ്പർ ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാറില്ലേ. എനിക്ക് മാർക്ക് കിട്ടു 9.5 ഔട്ട് ഓഫ് 10. അതുമാത്രമല്ല വെരി വെരി ഗുഡ് എന്നും എഴുതി. പക്ഷെ എനിക്കൊരു വിഷമമായിരുന്നു. എൻ്റെ അച്ഛനെ നോക്കുകയാണെങ്കിൽ സൈക്കിളിൽ പോവായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ സ്കൂളുള്ളത്. പോകുമ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്താ ഇത്, നിങ്ങളെന്തിനാ എന്നെ പഠിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിനക്ക് നല്ല വിവരം ഉണ്ടാവണം, ഒരുപാട് പഠിക്കണം, ഈ നാടിനെ കുറിച്ച് നല്ലോണം അറിയണം, സത്യവും കള്ളവും കണ്ടുപിടിക്കാൻ അറിയണം. ശരി അച്ഛാ, അപ്പം ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഫുൾ തെറ്റാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എപ്പോൾ ചോദിച്ചു. ഞാൻ അപ്പാടനെ ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എൻ്റെ അച്ഛൻ്റെ കൈ കൊടുത്ത് കേട്ടോ. അദ്ദേഹം അത് ഫുള്ള് കണ്ടിട്ട് പറയാ, അടിപൊളിയായിട്ട് എഴുതി കേട്ടോ. 9.5 മാർക്കോ, 10ൽ 9.5 മാർക്ക്, അടിപൊളി, വളരെ നല്ല കാര്യം. അച്ഛ ഒരിക്കലും അന്യായം കാണിക്കരുത്, നിങ്ങൾ നമ്പർ നോക്കരുത്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷൻ എഴുതുന്നത് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ സാർ. അതിൽ തന്നെ എൻ്റെ അച്ഛനൊരു തൊഴിലാളിയാണെന്ന് എഴുതിയിരിക്കുന്നത്. അതുമാത്രല്ല തമാശ, കൂടപ്പുറപ്പായിട്ട് 4 പേരുണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ആകെയുള്ളത് ഒരു അനിയത്തിയാ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആരാ? അതിനെൻ്റെ അച്ഛൻ പറയാ, നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഷോ ഓഫ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് ഫീസ് കൺസെഷൻ കിട്ടൂ. അപ്പം എൻ്റെ അച്ഛനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞതാ, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ കയ്യിൽ നല്ലൊരു പേന കിട്ടുകയാണെങ്കിൽ എനിക്ക് ഈ സിലബസ് ഒക്കെ മാറ്റാനുള്ള പവർ കിട്ടിയാൽ, ഇന്നിപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ പോസിറ്റീവ് വേയിൽ എഴുതും ഞാൻ. ഇന്ന ആളാണ് ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്, അച്ഛൻ വളരെ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് ഫീസ് കിട്ടാൻ പറ്റില്ല, കൺസെഷനൊക്കെ വേണമെന്ന് ഒരിക്കലും എഴുതില്ല. എൻ്റെ ഫീസ് എന്താണെന്ന് വെച്ചാൽ എടുത്തോളന്ന് എഴുതും. ഞാൻ നിങ്ങൾക്ക് വാക്കുതരാണ്, ഒരു ദിവസം വലിയ ഓഫീസറാവും. അതിനുശേഷം ഈ ഫീസിന്റെ പരീക്ഷ അടക്കം ഞാൻ കെട്ടിയിരിക്കും. സാർ, ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ
താങ്കൾ ഒരു സൈഡിലിരുന്നുകൊണ്ട് ടീച്ചറിനെ മിമിക്രി കാണിക്കുമെന്ന് അതുപോലെ അനുകരിച്ച് ശരിയാണോ അത്? ഒരു കാര്യം പറയട്ടെ, എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടായാലും ആർട്ടിസ്റ്റ് ആയത് അവരുടെ കുടുംബത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്ര. എല്ലാ പാരന്റ്സ് ഒരുപോലെ തന്നെയാ. നീ വലുതേ എന്താകും? പാരന്റ്സിനെ പറയും ഡോക്ടർ ആകുന്നു. അങ്ങനെ എല്ലാരും ഡോക്ടറായ പിന്നെ പേഷ്യൻസിന് എവിടെ പോവും? കുറച്ചുപേര് ഒരു പൈലറ്റ്, എല്ലാരും പൈലറ്റ് ആയ പിന്നെ ആരാ പാസഞ്ചർ ആവുന്നേ? നിനക്ക് എന്താകണമെന്ന് കുട്ടികളെ നോക്കി ചോദിക്കൂ. ഞാൻ പതുക്കെ ഒന്നും പറയാതെ പുറത്തിറങ്ങും. സ്റ്റേജിൽ +1 ആണെന്ന് തോന്നുന്നു. ഞാൻ ഇന്റർ കോളേജ് കോമ്പറ്റീഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞു. പിന്നെന്താ, ഇന്ത്യയിൽ എല്ലാ ചെറുക്കന്മാർക്കും ഉണ്ടാവുന്ന അവസ്ഥ നിങ്ങൾക്കും അറിഞ്ഞിട്ടുണ്ടാവും. അടിയല്ലേ? അത് തന്നെ. അടിയെ കുറിച്ചല്ലേ? അതും കൈ കൊണ്ടൊന്നുമല്ല, കാലുകൊണ്ടാ. ഞാൻ എന്ത് ചെയ്യാനാ, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എല്ലാം നിർത്തി അവസാനിപ്പിച്ചു. സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കളത്തരങ്ങളൊക്കെ എടുക്കും, പുറത്തറിയില്ല. അപ്പോൾ ഒന്ന് സംഭവിച്ചു. എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആലോചിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയും. ഞാൻ ഫസ്റ്റ് വന്നതുകൊണ്ട് എനിക്കൊരു ട്രോഫി തന്നായിരുന്നു കവിതാ പാരായണത്തിൽ. ഞാൻ ഫസ്റ്റ് വന്നിരുന്നു. കോളേജിൽ എനിക്ക് വലിയ ട്രോഫിയാണ് തന്നത്. ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ വേറൊരു കാര്യമായിരുന്നു ചിന്ത. ഈ ട്രോഫി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയാൽ അച്ഛൻ എന്തായാലും മനസ്സിലാകും, വീണ്ടും ഈ പണി തുടങ്ങി വെക്കുന്നൊക്കെ ചോദിക്കും. സോ ട്രോഫി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ട്രോഫി എടുക്കാതെയും വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് എൻ്റെ ഒപ്പം ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ട്രോഫി തന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അത്ര സന്തോഷം. ശരി, ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നിട്ട് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ട്രോഫീസ് ഞാൻ ജയിച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. ഞാൻ നിങ്ങളുടെ ഈ ഷോയിലൂടെ ഒരുപാട് മാതാപിതാക്കളോട് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ കഴിവ് ആദ്യം മനസ്സിലാക്കൂ. ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. ഫ്രീ ആയി വിടൂ. ഒരു പ്രോട്ടോക്കോളിന് പോലെ അവരെ ഫോളോ ചെയ്യാൻ പറയരുത്. അവർക്ക് ഈ ലോകം എന്ന ആകാശം കാണിക്കൂ. നിങ്ങൾ അവരുടെ ചിറകുകളായി മാറൂ, പറക്കാൻ അനുവദിക്കൂ. അതിന് റൂട്ട് ഇട്ട് കൊടുക്കരുത്. അവൻ എവിടെ തോന്നുന്നോ പോട്ടെ, എവിടെ വേണമെങ്കിൽ പറക്കട്ടെ. ഈ റൺവേ ഉണ്ടല്ലോ, ഫ്ലൈറ്റ് പറക്കാൻ സഹായിക്കുന്നില്ല, ഫ്ലൈറ്റ് പറക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്ലൈറ്റിലെ എഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ആ ഫ്ലൈറ്റ് 20 മിനിറ്റിനുള്ളിൽ ചണ്ഡീഗഡ് എത്തണോ അതോ മണിക്കൂറുകൾ യാത്ര ചെയ്ത് സാൻ ഫ്രാൻസിസ്കോ എത്തണോ എന്ന് അതൊക്കെ എഞ്ചിൻ നോക്കിക്കോളും. പക്ഷേ ഫ്ലൈറ്റിനൊരു റൺവേ ആവശ്യമാണ്. റൺവേ ആയി നിൽക്കേണ്ടവരാണ് പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഫ്ലൈറ്റ്സ് ആണ്. ആർക്ക് വേണമെങ്കിൽ പറക്കാം, പക്ഷെ നല്ല റൺവേ വേണം. താങ്കൾക്ക് റൺവേ ലഭിച്ചു, താങ്കളുടെ ഫ്ലൈറ്റ് പറന്നു. അപ്പൊ യഥാർത്ഥത്തിൽ താങ്കൾ ടേക്ക് ഓഫ് ആയെന്ന് താങ്കളുടെ അച്ഛന് മനസ്സിലായോ? ആ ഒരു ചോദ്യത്തിലും കാര്യമുണ്ട്. പിന്നെ പാരന്റ്സിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ മോൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു അവൻ ഈ നിലയിൽ എത്തുമെന്ന്. ഹൈലി ടാലന്റഡ്. ഞാൻ എൻ്റെ മകനെ നീ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ പോടോന്ന് പറഞ്ഞു എന്നൊക്കെ പറയും. പക്ഷെ ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല, സത്യം. എന്താ ശരിയല്ലേ? പക്ഷെ നല്ല അടി കിട്ടും കേട്ടോ. ഇതിൽ വേറൊരു കോമഡി ഉണ്ട്. പട്യാലയിൽ ഒരിക്കൽ, ആ സമയത്ത് ഞങ്ങൾ പട്യാലയിലായിരുന്നു. അവിടൊക്കെ ഒരുപാട് ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ടാവും കേട്ടോ. പ്രിൻസിപ്പളുടെ പേരിലായിരിക്കും എല്ലാ ലെറ്ററും വരുന്നത്. ഒരു കാക്കി കളറിൽ ഗവൺമെന്റിന്റെ ഒരു ലെറ്റർ കിട്ടി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു സ്റ്റാമ്പ് ഉണ്ടാവും. ആ ലെറ്ററിൽ എഴുതിയിരുന്നു എൻ്റെ അച്ഛൻ്റെ പേര് മഹേന്ദ്രൻ സിംഗ് എന്നാണ്. ആ ലെറ്ററിലുണ്ടായത് മഹേന്ദ്ര സിംഗ്, ഫാദർ ഓഫ് ഭഗവന്ത് മാൻ, ഗവൺമെന്റ് ഹെഡ് മാസ്റ്റർ, ഗവൺമെന്റ് മിഡിൽ സ്കൂൾ. ഞാൻ ആ ലെറ്റർ എടുത്ത് നോക്കിയിട്ട് എൻ്റെ അച്ഛന് കാണിച്ചു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, മൈ ഡിയർ മാസ്റ്റർ, സൺ ഓഫ് ആണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല, എന്തിനാ ഈ ഫാദർ ഓഫ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ? അത് നോക്കണേ, അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ലെറ്ററിൽ, ഒരു സർക്കാർ ലെറ്ററല്ലേ അത്. അദ്ദേഹം പറയാ, നിന്റെ പേരിൽ ലെറ്റർ വരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഡെലിവർ ആയിക്കോളൂ, അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ അദ്ദേഹം എൻ്റെ പേരും പ്രശസ്തിയൊക്കെ എൻജോയ് ചെയ്യാണെന്നാ. അച്ഛനും അമ്മയല്ലേ. അതിനുശേഷം അദ്ദേഹം എവിടെയും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തിന്, ഒരു തവണ എൻ്റെ സ്വന്തം അനിയത്തിന് ഫോൺ ചെയ്തിരുന്നു. മിസ് മൻപ്രീത്, ഞാൻ ഭഗവത് മാറിന്റെ അച്ഛനാണ് സംസാരിക്കുന്നത്. അപ്പൊ അവള് ചോദിക്കും, അപ്പൊ എന്റെ അച്ഛനല്ലേന്ന്. സോ ഈസ് ലിറ്ററലി എൻജോയിങ് ദാറ്റ്. പക്ഷെ ആ സമയത്ത് താങ്കളുടെ പക്കലുണ്ടായിരുന്ന ആ കോമഡി, ആ കുറുമ്പുകൾ, അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാർത്തകൾ കൂടി നിറയ്ക്കും. അതിൽ താങ്കൾ രാഷ്ട്രീയവും പറയാറുണ്ട്,
അപ്പോഴേ ഈ രാഷ്ട്രീയ കളികളൊക്കെ ഇഷ്ടമുള്ള കാര്യമാണോ? ആക്ച്വലി എൻ്റെ അച്ഛൻ MA BSc B.Ed ആയിരുന്നു. മെഡിക്കൽ സയൻസിൽ BSc B.Ed. പിന്നെ പോളിറ്റിക്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ. അദ്ദേഹം 2-3 ദിവസങ്ങളൊക്കെ പണ്ടത്തെ കാലത്തെ ഇലക്ഷനിലൊക്കെ നമ്മൾ ഈ വോട്ട് എണ്ണുന്ന പരിപാടിയുണ്ട്. 3-4 ദിവസങ്ങളൊക്കെ റിസൾട്ട് വരും. എന്നെ അദ്ദേഹം അവിടെ ഇരുത്തും. എന്നെ എഴുതുന്നു പറയും. ദാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ. ഉള്ളവർക്കൊന്നും അറിയില്ല. അക്കാലത്ത് റിസൾട്ട് വരുന്ന സമയത്ത് സിനിമയൊക്കെ ഇട്ട് കാണിക്കും ടിവിയിൽ. 2-3 ദിവസം തുടർന്ന് നടക്കും അതെ അതെ. കൗണ്ടിങ്. ആരാണ് വരുന്നതെന്ന് അപ്പം തൊട്ട് എനിക്കറിയാം. ഫുൾ ഫോം ഓഫ് DMK. പിന്നെ AIDMK പാർട്ടിയുണ്ട്. തമിഴ്നാട്ടിലുള്ളതാ. എൻ്റെ അറിവിൽ ഒരു സത്യം പറയട്ടെ, 80% പാർലമെന്റിൽ ഇരിക്കുന്ന ആൾക്ക് പോലും ആ ഫുൾ ഫോം അറിയില്ല. ദ്രാവിഡ മുന്നേറ്റ കഴകം. ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം. ഇതെൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാ. പിന്നെ അദ്ദേഹത്തിന് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ഹോക്കി മാച്ച് ഒബ്സർവ് ചെയ്യും. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ സ്പോർട്സൊക്കെ ഒരുപാട് നോക്കും. കാരണം എനിക്ക് സ്പോർട്സ് ജീവനായിരുന്നു. ആ സമയത്ത് ദൂരദർശൻ കണ്ടു. അപ്പം നല്ല ഗ്രാൻഡ് സ്ലാബും, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ. മിക്കവാറും ഇതൊക്കെ ദൂരദർശനിലാണ് കാണിക്കാറ്. അപ്പോൾ ഉണ്ടായത് മാർട്ടിന ലൊമാർത്തിരോബ, ജോൺ മെക്കാൻഡ്രോ. നിങ്ങളെ പോലെ തന്നെ ഫൈറ്റ് ചെയ്യും. എപ്പോൾ നോക്കിയൊരു ഫൈറ്റ് ആയിരിക്കും. റാക്കറ്റൊക്കെ ഇട്ട് അടിക്കുന്ന കാണണം. ബോറിസ് ബേക്കർ, ആ സമയത്ത് ഗാബ്രിയല സബത്തീനി. ആ സമയത്ത് ഞാൻ ഒരുപാട് നോക്കുമായിരുന്നു. എപ്പോഴാണ് ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത് അപ്പം തൊട്ട് 1990 തൊട്ട് ഇന്ന് വരെ ബാറ്റിംഗ് ഓർഡർ പ്രകാരം ഇന്ന് വരെ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റും. ശരി, വെസ്റ്റ് ഇൻഡീസിന്റെ പ്ലെയറിന്റെ പേരെന്ന് പറഞ്ഞു. വെസ്റ്റ് ഇൻഡീസ് ടീം ഞാൻ എപ്പോഴാണോ റേഡിയോയിൽ കേൾക്കാൻ തുടങ്ങിയത് ആ സമയത്തുണ്ടായത് ഡെസ്മൻ ഹെയ്ൻസ്, ഗോർഡൻ ഗ്രീൻസ്, റിച്ചി റിച്ചർഡ്സൺ, ഗ്യാസ്ലോഗി, വിവിയൻ റിച്ചർഡ്, കോൾ ഹോപ്പർ, ജാഫി ഡൂജൻ വിക്കറ്റ് കീപ്പർ ആയിരുന്നു. പിന്നെ കോട്ട്ലി അംബ്രോസ്, മാൽക്കം മാർഷൽ, പാട്രിക് പാറ്റർസൺ. വളരെ ഇതൊക്കെയാ- പെർഫെക്റ്റ് ആയിട്ട്, വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഞാനും അപ്പോൾ മുതൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പേരെല്ലാം പറയുന്നുമുണ്ട്. അത് പിന്നെ ഓർഡർ ആയിട്ട് എനിക്ക് തന്നെ. സ്പോർട്സ് എന്ന് വെച്ചാൽ ജീവനാണ്. ഇപ്പോഴും സ്പോർട്സിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. പഞ്ചാബ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യണോ ഞങ്ങളത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഹോക്കിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7-8 പ്ലെയർ ആമിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചാബ് കുട്ടികൾ നാഷണൽ ഹോക്കി ടീമിൽ. ഹോക്കി ടീമിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിരിക്കട്ടെ, ഈ കളികളെല്ലാം ശ്രദ്ധിച്ച് പിന്നെ രാഷ്ട്രീയ കളിയിലേക്ക് എപ്പോഴാണ് വന്നത്? അപ്പോഴാണ് ലോഫ്റ്റർ ചാലഞ്ച് ഒക്കെ വന്നത്. ആ സമയത്ത് ഞാൻ ബോളിവുഡിൽ മൂവീസ് ചെയ്തു തുടങ്ങിയിരുന്നു. ഞാൻ ധർമ്മേന്ദ്ര സാർ, സണ്ണി ഡിയോൾ, പിന്നെ ബോബി ഡിയോൾ, കാട്രീന കേഫ് ഉണ്ടായിരുന്നു. ബോളിവുഡിൽ എൻ്റെ കരിയറിന് തുടക്കം ഇങ്ങനെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് 2011 മൺപ്രീത് ബാദൽ എന്നറിയില്ലേ, അദ്ദേഹമായിരുന്നു ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ. ബാദൽ, നമ്മുടെ പ്രകാശ് സിംഗ് ബാദലിന്റെ നെഫ്യൂ. അദ്ദേഹം ജോലിയിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആർക്കൊക്കെയാണോ പഞ്ചാബിനെ കുറിച്ച് ഓർത്ത് ഹൃദയത്തിലൊരു വെങ്ങലുള്ളത് അവരെന്റെ കൂടെ വരണമെന്ന്. ഇതൊക്കെ കേട്ട് ഞാനായിരുന്നു ആദ്യം അദ്ദേഹത്തിനടുത്ത് ചെല്ലുന്നത്. അതായത് കട്രീന കൈഫിനെ വിട്ടിട്ട് മന്ത്രിയിലേക്ക് എത്തി. കാട്രീന കേഫിനെ വിട്ടിട്ട് പഞ്ചാബിന്റെ ഒപ്പം വന്നു. ഭഗത് സിംഗ് എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, പ്രേമിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന്. എല്ലാവർക്കും തുല്യ അവകാശമാണ് അതിനുള്ളത്. അതുകൊണ്ട് എന്റെ പഞ്ചാബിനെ കാമുകിയായി ഏറ്റെടുത്ത് ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. ശരി, എപ്പോൾ താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നുവോ അപ്പോൾ താങ്കളുടെ അച്ഛൻ ഇത് അനുകൂലിച്ചോ അതോ താങ്കളെ എതിർത്തോ? ഏകദേശം ഈ കഥ തന്നെയാ. രാഷ്ട്രത്തിൽ ഇറങ്ങാൻ പോവാന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലല്ലോ നീ ഈ ലൈനിൽ തന്നെ നിൽക്കണമെന്ന്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത് നിന്റെ ഈ ജോലി തന്നെ നന്നായിട്ടുണ്ട്. അതെ, ഇദ്ദേഹത്തിന് ഈ ജോലി ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒറ്റൊരു ജീവിതമാണ് ഉള്ളത്, വിറക് നന്നായിട്ട് കത്തിയാൽ മാത്രമേ അരി വേവിക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ ഞാൻ കാണുന്നത് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ പഞ്ചാബിലൊരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ ഞാൻ കാണുന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു. എന്റെ എൻവിറോൺമെന്റ് ചുറ്റും പ്രോബ്ലം ആയിരുന്നു. ഇത്രയൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഞാൻ CD-യും റെക്കോർഡിങ്ങും ഷോസൊക്കെ ആയിട്ട് പോയാൽ അത് മോശമല്ലേ? എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണ്ടേ? അപ്പോഴെനിക്ക് തോന്നിയത്, രാഷ്ട്രീയത്തിൽ വന്ന് എനിക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്തുകൂടാ? എന്റെ ഈ മുഖം ഫേമസ് ആക്കിയതിനെ പഞ്ചാബിലെ ജനങ്ങളാണ്. എന്റെ ശബ്ദം നാട് മുഴുവൻ എത്തിച്ചതോ പഞ്ചാബിലെ ആൾക്കാരാ. അതുകൊണ്ട് അവരുടെ രൂപവും ശബ്ദവുമായി ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു.